Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പറിലെ 2 ടോപ്പിക് അല്ലേ, അതിൽ എന്തൊക്കെ പഠിക്കണം, അതിൻ്റെ സിലബസ് എന്താണ് എന്നൊക്കെ ഒന്ന് പറയാനായിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് 2 ടോപ്പിക് ഉണ്ട്, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ലേ. മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത 2 ടോപ്പിക്കുകളാണിത്. ഓക്കെ, ഇതിൻ്റെ സിലബസ് ഒക്കെ ഇതാണ്. ഇതിനകത്ത് വേഗമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, ഓരോ ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇതിനകത്ത് ഇല്ലാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഈ 2 ഏരിയയിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, ഏതൊരു ഓർഡറിൽ പഠിക്കണം എന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ആ യൂണിറ്റ് നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഏതാണ്? റീസണിങ് എന്നുള്ള ഒരു ടോപ്പിക്കും അതേപോലെ അരിത്തമെറ്റിക് അല്ലേ, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് നമ്പേഴ്സ് വരുന്ന അരിത്തമെറ്റിക് എന്നുള്ള ഒരു ഏരിയയും ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത യൂണിറ്റ് ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ലേ. അപ്പം റീസണിങ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. ഏതൊക്കെയാണ് വരുന്നത്? റിലേഷൻസ് എന്ന് പറഞ്ഞൊരു ടേം ആണ് കൊടുത്തത്, അതായത് ബ്ലഡ് റിലേഷൻ, അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയറക്ഷൻ അല്ലെ, നോർത്ത് സൗത്ത് അങ്ങോട്ടൊക്കെ പോകുന്ന അങ്ങനെ അവർ തമ്മിലുള്ള ഫൈനൽ ഡിസ്റ്റൻസ് എന്താണ്, അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലെ. ഡയറക്ഷൻ അതൊക്കെ വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ സീരീസ്, അത് മിക്കപ്പോഴും ചോദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? നമ്പർ സീരീസ് ഉണ്ട്, ആൽഫബറ്റിക് സീരീസ്, നമ്പേഴ്സ് വെച്ചിട്ടുള്ളത്, ആൽഫബറ്റ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കോഡിങ് ഡീകോഡിങ് അല്ലേ. 2023 ഒക്കെ നോക്കിയാൽ നല്ലതായിട്ട് കോഡിങ് ഡീകോഡിങ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ചോദിക്കാത്ത ഏരിയയും വരുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർത്ത് 5 മാർക്കിന് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്രയും ചിലപ്പോൾ ചോദിക്കാറില്ല. 3 ക്വസ്റ്റ്യനോ ചിലപ്പോൾ 4 ക്വസ്റ്റ്യനോ അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇതിൽ നിന്ന് ഉള്ള ഏരിയ ചിലപ്പോൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളിത് പഠിക്കുക എന്നുള്ളത് മസ്റ്റാണ്. കാരണം ഏത് വർഷം എപ്പോഴാണ് അത് ചോദിക്കുന്നതെന്ന് പറയാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, കോഡിങ് ഡീകോഡിങ്. അപ്പോൾ നിങ്ങൾ ഈ തുടങ്ങുമ്പോൾ തന്നെ, നിങ്ങളിപ്പോൾ ഒരു ഡിസംബറിലേക്ക് എക്സാം എഴുതുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതേപോലുള്ള എൻ്റെയൊക്കെ ബേസിക്സ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഒക്കെ ആവും. അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം, അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ 2-ലേക്ക് വേണ്ടിയിട്ടൊക്കെ കൂടുതൽ സമയം നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ബേസിക്സും കാര്യങ്ങളും മനസ്സിലാക്കുക, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി അരിത്തമെറ്റിക് സെക്ഷൻ, അതിനകത്ത് പറയുമ്പോൾ കുറേ ടോപ്പിക്സ് ഉണ്ട്, പക്ഷെ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം നമുക്ക്. നോക്കിയേ, ആദ്യം നിങ്ങൾ ഒരു മാത്സ് ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിലും അത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അതിനകത്ത് തന്നെ അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അത് കഴിഞ്ഞ് എന്താ ആവറേജ്. ഓക്കെ, ആവറേജുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. അവിടെ തന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഇപ്പം ഈ ഒരു ടേം നമ്മുടെ സിലബസിൽ എടുത്ത് പറയത്തില്ല അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, പക്ഷേ ആവറേജുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ വരുമ്പം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, ഒരു 3-4 ഇക്വേഷൻസ് ഉണ്ട്. 3-4 പോലും ഇല്ല, ഒരെണ്ണം തന്നെ നമ്മൾ 2-3 തരത്തിൽ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് മനസ്സിലാക്കി വെച്ചേക്കുക. ആവറേജ്, പിന്നെ പേഴ്സൻറ്റേജ്, ഇത്രയുടെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. ഇത് പഠിച്ചാൽ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷന് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏതിൻ്റെയും, ഈ അരിത്തമെറ്റിക്കലാണെങ്കിൽ ആ ഒരു മാത്സ് സെക്ഷനിൽ നിന്നാണ് ചോദിക്കുന്നത്, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ട്. പേഴ്സൻറ്റേജ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, ഇത്രയും ഏരിയ നോക്കിയാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്, ഇത് നോക്കിയാൽ മിക്കപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും ഈ ഒരു ഏരിയ. അപ്പോൾ നല്ലതായിട്ട് പഠിക്കുക. ഈ ഏരിയ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ മസ്റ്റായിട്ട് 5 മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ്. 5 മാർക്കിന് ക്വസ്റ്റ്യൻ എല്ലാ വർഷവും മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഡേറ്റ തരും, അല്ലെങ്കിൽ ഒരു ടേബിളിൽ കുറേ ചാർട്ട്, അല്ലെങ്കിൽ പൈ ചാർട്ട്, ഒരു സർക്കിളിൽ, അങ്ങനെ കൂടുതലായിട്ടും ടേബിളിൽ ഡേറ്റ തരുന്നത്. ആ ഡേറ്റ നമ്മൾ മനസ്സിലാക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇതിനകത്ത് ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു സിലബസ് പഠിക്കാൻ തുടങ്ങുന്ന, UGC ജനറൽ പേപ്പറിന് പഠിക്കാൻ തുടങ്ങുന്നവർ ഈ ഒരു ടോപ്പിക് എടുത്താൽ ആദ്യം നിങ്ങൾ തറവാക്കേണ്ടത് ഈ ഒരു ഏരിയ ആണ്. ഈ ഏരിയ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള മാത്സിന്റെ ടോപ്പിക്സ് നോക്കാൻ, ഡേറ്റ ഇന്റർപ്രിട്ടേഷനും ചെയ്ത് നോക്കാനായിട്ട്. ക്ലിയർ ആണോ? ഇനി ഇതൊന്നും അല്ലാത്ത ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന 2-3 ടോപ്പിക്സും കൂടെ ഇതിനകത്ത് വരും. ഏതാന്ന് നോക്കിയേ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്.
ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നാണ് ഇതിനകത്ത് എടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ എന്തൊക്കെ വരുന്നുണ്ട്? ട്രെയിന്, ബോട്ട് ആൻഡ് സ്ട്രീംസ്. ഈ 2024 നടന്ന ക്യാൻസൽ ചെയ്ത എക്സാമിൽ ഈ ബോട്ട് ആൻഡ് സ്ട്രീംസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ട്രെയിൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ 2 ഏരിയ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ സാധാ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, അത് കൂടാതെ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ബോട്ട് ആൻഡ് സ്ട്രീംസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് അല്ലേ, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആ ഏരിയ പഠിക്കേണ്ടതാണ്. ദെൻ ഇതിൽ പറയാത്ത ഒരു ഏരിയയും കൂടെ ഉണ്ട്, ടൈം ആൻഡ് വർക്ക്. അതേപോലെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കൂടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയയും നമ്മളുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ പെർസെൻറ്റേജും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അതേപോലെ പറയാത്തതാണ് ടൈം ആൻഡ് വർക്ക്. അതായത് സിലബസിൽ അങ്ങനെ ഒരു നെയിം മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടെ നമ്മൾ നോക്കുക. ഓക്കെ, അതേപോലെ തുടക്കത്തിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, ഫ്രാക്ഷൻ, ഡെസിമൽസ്. ഫ്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കൂടെ ആദ്യം ഒന്ന് നോട്ട് ചെയ്തോണം. ബേസിക്സ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ, റേഷ്യോ, പ്രൊപ്പോർഷൻ, ആവറേജ്, പെർസെൻറ്റേജ്. ഓക്കെ, പെർസെൻറ്റേജ് മനസ്സിലാക്കി കഴിയുമ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് നമുക്ക് ടേബിള്, പൈ ചാർട്ട്, ബാർ ഗ്രാഫ് അങ്ങനെ പറഞ്ഞ ഒരു ഡേറ്റാസ് തരും അല്ലെ. കൂടുതലായിട്ടും ടേബിള് തന്നിട്ടുള്ള ചോദ്യങ്ങളാണ് UGC നെറ്റിന്റെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഡേറ്റ അന്വേഷണം ചെയ്യുന്നതിന് മുന്നേ, നിങ്ങളത് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ബേസിക്സ് മനസ്സിലാക്കുക. എന്നിട്ട് ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ വെച്ച് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പം ഇവിടെ തന്നെ വേറൊരു തരത്തിൽ ഒരു ടേബിൾ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ചിലത് 2 ടേബിൾസ് തന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഉള്ളത് മിസ്സിംഗ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് ടേബിളിൽ കുറച്ച് ഡേറ്റാസ് മിസ്സിംഗ് ആയിരിക്കും, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പം ഇത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ഈ ഒരു 5 മാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലും 3ഓ 4ഓ മാർക്കിനായിരിക്കും ഈ ഒരു ഏരിയ എന്ന് ചോദിക്കുന്നത്. അതിങ്ങനെ മാറിയും തിരിഞ്ഞും ഇരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നീ ഇതിനകത്തുനിന്ന് ഈ ഒരു ഏരിയ എന്തായാലും ഈ പറയുന്ന 3 മാർക്കിൽ ഈ ഒരു ഏരിയ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ബേസിക്സ് പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങളുടെ ഈ ഒരു 2 ടോപ്പിക്കിന്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നിങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതായത് ഈ ഒരു ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് എടുക്കാൻ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി, അത് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബറിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ലോങ് ടൈം ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ പേപ്പർ ഉണ്ട്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, അതുപോലെ തന്നെ CSIR ഫിസിക്സിന്റെയും കോഴ്സുകളുണ്ട്. നമുക്ക് വീഡിയോ ക്ലാസ്സുകളും അതുകൂടാതെ ലൈവ് ക്ലാസ്സുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മുടെ പ്രീവിയസ് ഇയറിൽ നടന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നും അത് ഏത് പാറ്റേൺ ആണെന്നും മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ അല്ലേ. അപ്പം അതിൻ്റെ അനാലിസിസും അതേപോലെ ഡെയിലി മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഒത്തിരി ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ കയറി അത് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.